പുരോഗമന വായനയിൽ മസ്ജിദുകൾ എന്ന് പറയുന്നത് വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് ആദ്യമായി അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിക പ്രബോധനവുമായി മാലികുദ്ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും കേരളത്തിലേക്ക് വന്നപ്പോഴും അവരും ആദ്യമായി ഒരു മസ്ജിദ് നിർമ്മിക്കാനാണ് ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ് ഈ പള്ളി നമുക്ക് ഈ നാടിന് ഒരു സഹോദരൻ സാമ്പത്തികമായി വളരെ സഹകരിച്ച് അത് വളരെ മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. മസ്ജിദുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുക എന്നത് കെട്ടിടങ്ങൾ വളരെ അമ്പരച്ചുംബികളായി പണിത് വെക്കുക എന്നത് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം അവന് പള്ളിയിൽ നിർവഹിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങളോടുകൂടി നാടിന് ഒരുക്കുക എന്നതുകൂടിയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് യുവാക്കൾ, പ്രവാസികൾ സാമ്പത്തികമായി ശാരീരികമായി എല്ലാം നമുക്ക് വളരെ പരിമിതമായ ഒരു സമയമാണ് ഈ പരിപാടി നടത്താൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും വകവെക്കാതെ പുലർച്ചയോളം പണിയെടുത്ത് അള്ളാഹുവിൻ്റെ മസ്ജിദിൻ്റെ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ച നാട്ടിലെ എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ സ്വാഗത സംഘത്തിലെ അംഗങ്ങൾ, ഇന്നലെ 4000 ചില്ലാനം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. അതിനുള്ള സഹായ സഹകരണങ്ങൾ ഏറ്റെടുത്ത നമ്മുടെ ഭക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരെയും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഈ മഹത്തായ ഈ ദിനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിൻ്റെ കീഴിൽ ഒരുപാട് കാലം നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും ഈ പള്ളിയുടെ നിർമ്മാണത്തിന് പല രീതിയിലും സഹായിച്ച പല ആളുകളുമുണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു ആ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദിലാജ് ഉദവി ചക്കില് എഴുതി തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ചിതലരിക്കാതെ ഓർമ്മകളിലെ ഉള്ളിശ്ശേരി എന്നത് ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മാലി പ്രസിഡന്റ് ശ്രീ ചന്ദ്ര ഹാജി, മാലി സെക്രട്ടറി സലീം ഹാജിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്ത് തിരുവല്ലി ഭരണി ആദരവോളം ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വലിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രഭാഷകനായ ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി ഈ സദസ്സിന് ഇന്നത്തെ ഈ പ്രൗഢമായ പള്ളി നിർമ്മാണ സന്തോഷത്തിൻ്റെ സദസ്സിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാലി കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടിയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء